ഹലോ ഗൈസ്, നമ്മൾ നമ്മുടെ ഡ്രോൺ ഉപയോഗിച്ച് കുറച്ച് വീഡിയോസ് എടുക്കാൻ പോവാണ്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഷോട്ടുകൾ, അതുപോലെ ക്വിക്ക് ഷോട്ടുകൾ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരേക്ക് പോകണം. അപ്പോൾ നമ്മളിന്ന് സൈക്കിളിൽ പോയിട്ട് നല്ല അടിപൊളി വീഡിയോസ് എടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ സൈക്കിൾ എടുത്തിട്ട് പോവാണ്. നമുക്ക് എന്തായാലും മഴ വരുന്നുണ്ട്, അതിന് മുമ്പേ പോയിട്ട് വരണം. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ചെറിയ ഗ്രൗണ്ടാണ്, അങ്ങോട്ടേക്ക് പോവാണ്. നല്ല മഴക്കാറുണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. മിക്കവാറും നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്കൊരു സ്പീഡിൽ പോയിട്ട് നല്ല അടിപൊളി ഡ്രോൺ ഉപയോഗിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വരാം. എന്തിനാ ഗ്രൗണ്ടിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് മരമൊക്കെയാണ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനാണ്. ഡ്രോൺ നമ്മളെ ഫോളോ ചെയ്തിട്ട് പോകണം. അങ്ങനെ കുറേ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്കൊരു പരീക്ഷണം. അപ്പോൾ ആ പരീക്ഷണം ശരിക്കും ചെയ്യണമെങ്കിൽ ചെറിയൊരു ഗ്രൗണ്ട് പോലെയുള്ളത് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പേടിക്കണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മൾ പോണയാണ്. അതിലെ സൈക്കിളൊക്കെ തട്ടി പോ. അയ്യോ, അതിന് കുഴപ്പമില്ല. ഹലോ, നേരെ പോയിട്ട് ഒരു പാലത്തിന്റെ അടിയിൽ കൂടെ പോയിട്ട് ആ ഗ്രൗണ്ടിൽ ചെന്ന് കയറുക ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ നടക്കാൻ പോയത്. അയ്യോ, ഇതിലേ പോയാലായിരുന്നു പാലത്തിൻ്റെ അടിയിലെത്തുക. ഇതിലെയാന്ന് തോന്നുന്നു. ഇത് നേരെ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകുന്ന വഴിയാണ്. 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു. നമ്മുടെ ഇവിടെ നിറച്ച് ചെളിയാണ്. അയ്യോ, ഇതിലേ പോവാം. പ്ലക്കയും. അയ്യോ, ഇത് ചവിട്ടിക്കാറ്റാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഗ്രൗണ്ടല്ലേ ഇത്. നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് നമ്മുടെ സൈക്കിൾ ഇവിടെ വെക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പം നല്ല കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. അപ്പം ഡ്രോൺ പറത്തിയാൽ ഡ്രോണിൻ്റെ വഴിക്ക് പോവാം. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് പറത്തി നോക്കാം. നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഗ്രൗണ്ട്. നല്ല അടിപൊളി ഗ്രൗണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രോണും RC ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ബാറ്ററി എടുത്തിട്ട് ഇതിലിടണം. ഭയങ്കര കാറ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ബാറ്ററി ഇടാം. ബാറ്ററി ഇട്ടു. ഇതോടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. കാരണം ഇപ്പം തന്നെ കാറ്റ് ഉറപ്പിച്ചുകൊണ്ട് പോകുമെന്ന് തോന്നുന്നു. ഇത് എക്സ്ട്രാ വേറെ 2 ബാറ്ററി ഉണ്ട്. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതും കാറ്റ് കൊണ്ടുപോകും. മാറ്റി വെക്കാം. നമുക്കിനി RC എടുക്കാം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്ട്രാ വാങ്ങിയതാണ്. ഇതൊരു കവറ് അടിപൊളിയാണ്. ഇവിടെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. അതായത് നമ്മളിങ്ങനെ പൊക്കി വെക്കുമ്പോൾ വെയിലടിക്കാത്തുള്ള രീതിയിൽ. അത് പിന്നെ എനിക്കൊരു ഡിസ്റ്റർബായിട്ട് തോന്നിയത് കൊണ്ട് ഞാനത് മാറ്റി വെച്ചു. നമുക്കിത് ഓണാക്കാം. അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓണാക്കാം. പുഷ് ചെയ്ത് പിടിക്കാം. അപ്പോൾ ഇതും ഓണായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഇവനത് ഓണായി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാ
കണ്ടോ? ഇത് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ഡ്രോണിൻ്റെ ക്യാമറയിലൂടെ ഉള്ളത് എൻ്റെ മൊബൈൽ ക്യാമറയിലൂടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നു. നമുക്ക് ഇതിനെ പറത്തിയാൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് ടേക്ക് ഓഫ് ചെയ്യാം. ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, അപ്പോൾ അതാ ഡ്രോൺ പൊങ്ങി അങ്ങനെ വെക്കുന്നുണ്ടോ, കാറ്റ് പിടിക്കുന്നുണ്ടോ. നമുക്കെന്തായാലും ഒന്ന് പറത്തി നോക്കാം. അവസാനം അങ്ങനെ മേലേക്ക് പോയിട്ടുണ്ട്. ദൈവമേ, കുറെ പട്ടികളൊക്കെ വരുന്നുണ്ടല്ലോ. അയ്യോ, എന്താവോ എന്തോ. എന്തായാലും നമ്മുടെ ഡ്രോണ് മേലെയുണ്ട്. ഡ്രോണ് കുറച്ച് താഴേക്ക് കൊണ്ടുവരാം, വല്ലാണ്ട് കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കെന്തായാലും പയ്യെ മൂവ് ചെയ്യാം. ഓസം വരുമോന്ന്. വരുന്നുണ്ട് ഗൈസ്. അവൻ പുറകെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡ്രോൺ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ഷൂട്ടുകൾ എടുക്കാനാണ്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡ്രോണ് പറപ്പിക്കണം. അതായത് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഡ്രോൺ ഇതാ പൊങ്ങി ഡ്രോൺ ഇങ്ങനെ ആകാശത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ RC എടുത്തിട്ട് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ക്വിക്ക് ഷോട്ട് നമ്മളുടെ ഈ ക്വിക്ക് ഷോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രോണ്, റോക്കറ്റ്, സർക്കിൾ അങ്ങനെ കുറച്ച് വരും. അപ്പോൾ നമുക്കിപ്പോൾ റോക്കറ്റിൻ്റെ ഓട്ടോമാറ്റിക് ഷോട്ടിന് എടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സൈക്കിള് ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഡ്രോൺ പറത്താൻ പോണേ. അതായത് നേരെ മേലെ പോവും, അവിടെ നിന്ന് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് അടിച്ച് നോക്കാം. ടൈം കാണിക്കുന്നുണ്ട്. ഇതപ്പോൾ ഡ്രോൺ ഇത് എവിടെയുണ്ട്. ഇതേ ഡ്രോൺ ഇവിടുന്ന് നേരെ മേലേക്ക് പോകും. അങ്ങ് മണ്ടേ പോയിട്ട് നമ്മുടെ സൈക്കിളാണ് ലക്ഷ്യം കൊടുത്താക്കുന്നത് നമ്മൾ. ഇപ്പോൾ സൈക്കിളിൻ്റെ വീഡിയോസ് അങ്ങ് മേലെ പോയിട്ട് എടുക്കും. അതുപോലെ തന്നെ അവിടുന്ന് താഴേക്ക് തിരിച്ചു വരും. കണ്ടോ, തിരിച്ചു വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതാ നമ്മുടെ ഡ്രോൺ ഇത് മേലെ വെപ്പുണ്ട്. നമ്മളിത് എവിടെയാണ് ഇപ്പോൾ സർക്കിളിലുള്ളൊരു ഷോട്ട് എടുക്കാൻ പോട്ടെ. ഇനി നമുക്ക് നോക്കാം. നമ്മൾ എടുക്കുന്നതിൻ്റെ രീതിയിൽ റൗണ്ട് അടിച്ചിട്ട് നമ്മുടെ ഷോട്ട് എടുക്കും. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രോണ് നമ്മൾ പറത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദൂരെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കാണാണ്ട് കൈ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ, അയ്യോ ഇത് എവിടെ പോയി എന്നുള്ളൊരു ടെൻഷൻ വരുമ്പോഴത്തേക്കും നമുക്കിത് ഇവിടെ റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയാണോ പറത്തിയത് അങ്ങോട്ടേക്ക് തിരിച്ചു വരും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രോൺ പറപ്പിക്കാം, ടേക്ക് ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതാ ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. നമുക്ക് ഇവനെ ഒന്ന് പറത്തി വിടാം. അവിടെ ഉണ്ട്. ഇനി പൊക്കണം. പക്ഷേ ഇത് അങ്ങ് പൊങ്ങിപ്പോവാണ്. ഇതിനകത്ത് കാണുന്നുണ്ടോ ഇല്ലെന്ന് പറഞ്ഞൂടാ. ഇവനെ ഇനി നമുക്ക് ദൂരേക്ക് വിടാം. അതൊരു കറുത്ത കുത്തുപോലെ ഇത് അങ്ങ് പോയിട്ടുണ്ട്. ഇത് കുറേ ദൂരത്തേക്ക് പോയിട്ടുണ്ട്. ഇത് ഇപ്പം എവിടെയാ ഉള്ളതെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇത് നിങ്ങളിപ്പോൾ ആകാശം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതാ ആകാശം മാത്രമേ കാണുന്നുള്ളൂ. എവിടെയാണെന്നൊരു പിടുത്തവും ഇല്ല. നമുക്കിത് ഇതിനകത്ത് ഇനിയിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഇതും കാണുന്നുണ്ടോ എന്നറിഞ്ഞൂടാ. ഭയങ്കര വെയിലാണ്. ഇത് ഞാൻ ഈ കൈ വെക്കുന്നതിൻ്റെ അവിടെ ഇത് കണ്ടോ, ഇത് ഇവിടെ റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ ടു ഹോം അടിക്കുകയാണ്. അങ്ങനെ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ കണ്ടോ റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഡ്രോണിൻ്റെ ഇത് മാറി കണ്ടോ ഒരു ലൈനൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ഡ്രോൺ ഇത് ഈ കാണുന്ന ലൈനിലാണ് ഉള്ളത്. അപ്പോൾ ഡ്രോൺ തിരിച്ചു വരുവാണ്. നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ല, എവിടെയാന്ന് കാണുന്നില്ല. കണ്ട് ഗൈസ്. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇത് ഇവിടെ ഉണ്ട്. ഇവിടെ മേലെ വന്നിട്ടുണ്ട്. ഒരു കറുത്ത കുത്താണ്. ഈ ലാൻഡിങ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ എവിടെ നിന്നാണോ പറത്തി വിട്ടത് അങ്ങോട്ടേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു വരുന്നതാണ്. കണ്ടോ തന്നെയാണോ അത് RC അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എവിടെയാണേലും ഇതിപ്പോൾ ബാറ്ററി തീരുവാണേലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ പറത്തിയത് അവിടെ തിരിച്ചെത്തും. അതാണ് ഡിജി മിനി 4 പ്രോയുടെ അടിപൊളിയല്ലേ ഗൈസ്? ഗൈസ് അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നു, ഞാനിവിടെ വന്നപ്പോൾ കുറേ വീഡിയോസ് എടുത്തായിരുന്നു. അതായത് ഈ പ്രദേശത്തിന്റെ കുറച്ച് വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ഇനി ആ വീഡിയോ എടുത്ത് കാണാം.
ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ നോക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നല്ല ഇരുണ്ട് മൂടി കണ്ടോ, നല്ല മഴക്കാറാണ് വരാൻ പോണേ, നല്ല മഴക്കാർ വരാൻ പോവാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് എല്ലാം പീസ് ആക്കണം. ഇത് ഊരിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ടാക്കിയാൽ അത് മടങ്ങി, അതേപോലെ ഇത് പിടിച്ച് താഴേക്ക് ആക്കിയാൽ ഇത് ഓക്കെയായി. പിന്നെ ഇത് നേരെ ബാക്കോട്ടാക്കിയാൽ ഇത് ഓക്കെയായി, അതുപോലെ ഇത് നേരെ ബാക്കോട്ടാക്കിയാൽ ഇത് ഓക്കെയായി. അപ്പോൾ ഇത് രണ്ടും മടക്കി അങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായി. ഗൈസ് അപ്പോൾ നമുക്ക് ഇവൻ്റെ കണ്ണും കൂടി അങ്ങ് മൂടി വെക്കാം, ഇനി ഇവനൊന്നും കാണണ്ട. അപ്പോൾ അത് ലോക്കായിട്ടുണ്ട്. ഇനി RC ഇത് സ്വിച്ച് ഓഫ് ആക്കിയില്ലായിരുന്നു, ഒന്നമർത്തി പിന്നെ പിടിച്ച് വെക്കുക. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്, ഷട്ട് ഓൺ ആയി. അപ്പോൾ ഇത് അടച്ചു വെക്കാം. ഏരിയയിലൊക്കെ കറക്റ്റ് വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ ബാഗിലേക്ക് വെക്കാം. ഇവനെ ബാഗിൽ വെക്കുക. ബാറ്ററിയും തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് മഴ പെയ്യുന്നതിന് മുമ്പ് തിരിച്ച് വീടെത്തണം. അപ്പോൾ ഗൈസ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സ് നമുക്ക് സൈക്കിളിൻ്റെ ബേക്കിൽ വെക്കാം. ഇത് സൈക്കിളിൻ്റെ ബേക്കിൽ വെക്കുവാണെങ്കിൽ ഇത്രയും ലാഭം. ഇത് സെറ്റായി. ഇനി നമുക്ക് ബാഗ് എടുത്തിട്ട് തോളയിലിട്ടുക, പോവുക. അപ്പോൾ ഗൈസ് മഴ വരുന്നതിന് മുമ്പ് നമുക്ക് വീടെത്തണം. അപ്പോൾ സൈക്കിൾ എടുക്കുക, ചവിട്ടുക, പോവുക. നല്ല തണുപ്പാണ്. സംഭവം ഇവിടെ സമ്മറാന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസമൊക്കെ വെയിലുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ എന്നാ മഴയായിരുന്നു, മഴയോട് മഴയായിരുന്നു. മേലക്കൂടെ മെയിൻ ഹൈവേ ആണ്, നമുക്ക് അടിയിൽ കൂടെ പാസ് ചെയ്ത് പോവാം. ചെറുതായിട്ടൊന്ന് വഴി മാറി നമുക്ക് അപ്പുറത്തൂടെയായിരുന്നു പോകുന്നത്. എന്തായാലും നമുക്ക് തിരിക്കാം. ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്തേക്ക് പോവാം. നമ്മൾ വന്നത് അതിലല്ലേ, അപ്പോൾ നമുക്ക് തിരിച്ച് ഇതിലേ പോയി നോക്കാം. അണ്ണൻ നമ്മൾ തടാകത്തിൻ്റെ ഇപ്പുറത്തോടെ സൈഡിൽ കൂടെ വന്നത്, അപ്പുറത്തെ സൈഡിൽ കൂടെയാണ്. നമ്മൾ തിരിച്ചു പോകുന്നത് ഇതിലെയാട്ടോ. ചൂണ്ടയിടുന്നുണ്ടല്ലോ. ആഞ്ഞ് ചവിട്ടണം ഗൈസ്, ഇല്ലെങ്കിൽ കേറിയല്ല. അയ്യോ സോറി ഗൈസ്, ഞാൻ ഗിയറിലേക്ക് ഇടാത്തോണ്ടാണ് കയറാത്ത. എന്നാ ഈശ്വര പട്ടി, ഇതിനാണെ ഊണുമില്ലല്ലോ. അയ്യോ 2 പട്ടി ഉണ്ടല്ലോ. താങ്ക് യു. അപ്പോൾ കണ്ടോ, നമ്മളവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇത് വെയിൽ വരാൻ തുടങ്ങി. അതങ്ങനെയാണല്ലോ, ഇങ്ങോട്ടും പോയില്ലെങ്കിൽ അവിടുന്ന് പട്ടി വരും. വേറെ സൈക്കിളോ വേറൊന്നും വരികയല്ല, പക്ഷെ അമ്മച്ചി പറ്റി വരും. ഇവിടെ ഒരു ആപ്പിൾ മരം ഉണ്ടല്ലോ ഗൈസ്, ഞാൻ കാണിക്കുകയല്ല, കാണിച്ചിട്ട് കാര്യമില്ല.
അതിനകത്ത് ഒരൊറ്റ ആപ്പിളില്ല. ആപ്പിൾ ഉണ്ടായിരുന്നു, ഞാൻ നോക്കാനായിട്ട് നോക്കി നോക്കി വെച്ചത്. പക്ഷെ അത് അണ്ണാനാണോ പക്ഷികളാണോ എന്തോ കൊണ്ടുപോയി. കുറേ അണ്ണാനുണ്ടല്ലോ. എന്തോ ഒരു അണ്ണാനാ. ഹൈ ഹൈ, ഇവിടെയാണ് ആ മാൻ കുടുങ്ങിയത്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അവിടെ എത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.